വരുന്നുണ്ടോ നോക്കിയേ. കേറിയോ ലൈവില്? കിട്ടുന്നുണ്ടോ? വരുന്നുണ്ട്. ലൈവ് പോകണ്ടോ നോക്കിയേ. വേണ്ട വേണ്ട വേണ്ട. ലൈവ് വരുന്നുണ്ടോ? വരുന്നുണ്ടോ? ജോയിൻ ചെയ്യുന്നുണ്ടോ ആളുകൾ? സ്റ്റക്കായിട്ട് ഹായ്, കേൾക്കുന്നുണ്ടോ? ആരോ കമന്റ്. കേൾക്കുന്നുണ്ടോ? സുഖമാണോ? സുഖാണ് സുഖാണ് സുഖാണ്. എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലൈവിൽ തന്നെ പോകുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. നെയിം പറയൂ. നെയിം അനീഷ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യമേ തന്നെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി പറയാണ്. കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടി. ആ പ്ലാറ്റ്ഫോമിൽ എനിക്ക് 100 ദിവസം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഒരുപാട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ജനഹൃദയങ്ങളിൽ കയറി പറ്റുക എന്നുള്ളത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മൂലമാണ്. ആദ്യമേ തന്നെ നിങ്ങളോടുള്ള ഒരു നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. ഒരുപാട് പേര് ലൈവിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ആളുകൾ എൻ്റെ ലൈവിൽ ജോയിൻ ചെയ്യുന്നത്. സോ അതിനും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ദ റിയൽ വിന്നർ, താങ്ക് യു സോ മച്ച്. എന്നെ വായിക്കുമ്പോഴേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കങ്ങനെ പെട്ടെന്ന് പോകുന്ന കാരണം വായിക്കാനായിട്ട് സാധിക്കുന്നില്ല. അനീഷ്, ഞാൻ അനീഷ് ഏട്ടൻ്റെ വലിയ ഫാനാണ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ ഓക്കെ, വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ബിഗ് ബോസ് കണ്ട ആളുകളല്ലേ? എന്നെ ഇഷ്ടമായിരുന്നോ എന്ന് പറയണം കേട്ടോ. ദൈവം എല്ലാ നന്മകളും തരും. ഓക്കെ, ദൈവം എല്ലാ നന്മകളും തരും. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. എല്ലാവരും നല്ല മനുഷ്യരാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. എല്ലാവർക്കും നെഗറ്റീവ് വശങ്ങളും ഉണ്ട്, പോസിറ്റീവ് വശങ്ങളും ഉണ്ട്. ചേട്ടനെ ഇഷ്ടം ആണ്. താങ്ക് യു സോ മച്ച്. ഒത്തിരി ഇഷ്ടം. താങ്ക് യു സോ മച്ച്. എൻ്റെ നെയിം പോയി. വൺ ആൻഡ് ഓൺലി അനീഷ്. താങ്ക് യു സോ മച്ച്. അനീഷ് ചേട്ടാ എന്താ കേട്ടില്ല? ചേട്ടാൻ നന്നായി. ഒത്തിരി ഇഷ്ടം. അത്രമേൽ ഇഷ്ടം. താങ്ക് യു സോ മച്ച്. അത്രമേൽ ഇഷ്ടം. തൃശ്ശൂർക്കാരുടെ അഭിമാനം. അയ്യോ, അത് പോയി, അപ്പോഴേക്കും പോയി. യു ആർ യൂട്യൂബേഴ്സ്. എന്താണ് അനീഷ് ചേട്ടാ? ഒരു ഹായ് പറയൂ. ഓക്കെ അനീഷേ, ഇഷ്ടമാണ് ഒരുപാട്. ഓക്കെ അനീഷ് ഫാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, അത്രമാത്രം. ഹായ് അനീഷ് ചേട്ടാ. ഹായ് ഒഫീഷ്യൽ. എന്താണ്? അയ്യോ, ഒരുപാട് ഫാസ്റ്റായിട്ട് പോകുന്നു. ANG വിനയ്. ഓക്കെ നിതിൻ മുത്തേ. ഓക്കെ, ഒരു ഹായ് പറയാമോ? ഒരു ഹായ് പറഞ്ഞിരിക്കുന്നു, പക്ഷേ ആരെ പേര് വായിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച്.
ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എനിക്ക് സത്യമായിട്ടും ഇത്രയധികം ആളുകൾ എന്നെ കാണുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു എന്നൊന്നും എനിക്ക് സത്യമായിട്ടും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ബിഗ് ബോസിന് പുറത്ത് വന്നപ്പോൾ ഒരുപാട് ആളുകളുടെ സ്നേഹവും ബഹുമാനവും കരുതലും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ ആക്ച്വലി ഈ ഒരു ലൈവ് വളരെ കുറച്ച് സമയത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നാളെ മറ്റന്നാളൊക്കെ വീണ്ടും വിശദമായിട്ട് ലൈവിൽ വരാനായിട്ട് ശ്രമിക്കാം. കാരണം ഇതിപ്പോൾ എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കുറച്ചും കൂടെ നല്ല രീതിയിൽ ലൈവ് വരാനായിട്ട്. ഞാൻ തന്നെ പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും ആളുകൾ ലൈവിൽ ജോയിൻ ചെയ്യും എന്നുള്ളത്. അതുകൊണ്ടാണ് ചേട്ടൻ്റെ മനസ്സിൽ. അനീഷ് ഒരു സുപ്രഭാതം. ഓക്കെ, സുപ്രഭാതം. സുപ്രഭാതം ബിഗ് ബോസ്. അനീഷ് താങ്കളുടെ ജീവനാണ്, താങ്കൾ ഞങ്ങളുടെ ജീവനാണ്. ഓ താങ്ക് യു സോ മച്ച്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഒരുപാട് സന്തോഷം ഒക്കെ തോന്നുന്നത്. ബിഗ് ഫാൻ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ബുക്ക് എപ്പോഴാണ്? നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഈ മാസം തന്നെ, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്, സംഭവിക്കണം എന്നുള്ളതാണ്. ഓൾറെഡി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ബുക്ക് പ്രസിദ്ധീകരണവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഷാനവാസ് എന്തോ ചോദിച്ചു. ഓക്കെ, കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നു. ഇതൊക്കെ അനീഷ് ബിഗ് ഫാനാണ്, അനീഷിൻ്റെ ബിഗ് ഫാനാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഫാൻ അനീഷ് ഏട്ടാ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ചേട്ടൻ്റെ ബുക്ക് എങ്ങനെയാണ് വാങ്ങുന്നത്? എല്ലാ ഓൺലൈൻ മേജറായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലും എൻ്റെ ബുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ചോദിച്ചാലും എന്തായാലും കിട്ടും. അനീഷ് യു ആർ ഗ്രേറ്റ്. ആരാ? റൂബി. ലവ് ഫ്രം കായംകുളം. താങ്കളുടെ സുപ്രഭാതം മിസ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ചേട്ടാ സിനിമ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ട്. ചേട്ടാ സിനിമ സ്ക്രിപ്റ്റ് എഴുതാൻ ഫാമിലി വ്ളോഗ്സ്. ലവ് ഫ്രം യു കെ, സ്പെഷ്യലി ലവ് ഫ്രം യു കെ വരുമ്പോൾ ഒരുപാട് ആളുകൾ യു കെ എന്നൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗൾഫ് കൺട്രീസിലുള്ളവർ, അതുപോലെ നമ്മുടെ യൂറോപ്പ് മേഖലയിലുള്ളവർ എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു താങ്ക് യു പറയുന്നു. ഞാനങ്ങനെ എങ്ങനെയാണ് ഈ ഒരു ലൈവിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. മുൻപ് എൻ്റെ പേജിൽ ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ലൈവുകൾ ചെയ്യാറുണ്ടെങ്കിലും അതിന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 100 വ്യൂ അല്ലെങ്കിൽ 50 വ്യൂ ഒക്കെയാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കമൻറ്റ് വരാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ കമൻറ്റ് മാത്രമേ വിഷയങ്ങളായിട്ട് പറയാനുള്ളൂ. എന്നാൽ ഇപ്പോൾ ഒരുപാട് ആളുകളാണ് ജോയിൻ ചെയ്യുന്നത്. കാണുന്നുണ്ടോ? നോക്കിയേ, സൗണ്ട് ക്ലിയർ ആണോ നോക്കിയേ. ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നേ എങ്ങനെയാണെന്ന്. അപ്പം താക്കോൽ അബി എനിക്കൊന്ന് കാണിച്ചെന്ന് എങ്ങനെയാണ് പറഞ്ഞത്. സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് മതി. ശരി, ഓക്കെ. എന്താണ് അനീഷ് ചേട്ടാ? അബി എവിടെ? അബി കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ്. ഞങ്ങളുടെ മനസ്സിൽ വിന്നർ അനീഷ് ഏട്ടൻ. താങ്ക് യു സോ മച്ച്. കുറച്ച് റേഞ്ച് ഇഷ്യൂ ഉള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പബ്ലിക്കിനോട് നന്നായി സംസാരിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അല്ല, താങ്ക് യു അല്ല, ഞാൻ മുൻകരുതലുകൾ തീർച്ചയായിട്ടും എടുക്കാം. ഐഫോൺ വാങ്ങൂ. തൽക്കാലം അതിനുള്ള സമയവും സന്ദർഭവും ആയിട്ടില്ല എന്ന് തോന്നുന്നു. അനീഷേട്ടാ ബുക്ക് എഴുതൂ. ഷാനുക്കയെ എന്താ ചേട്ടാ പുറത്ത് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. എൻ്റെ പേര് ആകാശ്. ഓക്കെ, വിന്നറാവാത്തതിൽ വിഷമം. ഹായ് അനീഷാണോ?
ഉമ്മയെ കാണാൻ ഞാൻ കോഴിക്കോടാണ്. ഓക്കെ. ബിഗ് ബോസ് ഹൗസ് മിസ് ചെയ്യുന്നുണ്ടോ? ഐ എം ഫ്രം ഹരിപ്പാട്. ഓക്കെ. ഷാനവാസ് അനീഷ് കോംബോ മിസ്സിംഗ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഹായ് അനീഷ് ഏട്ടൻ, ലവ് ഫ്രം ഇടുക്കി. ഞാൻ നിങ്ങളുടെ ബിഗ് ഫാൻ. ചേട്ടാ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ തീരുമാനിച്ചിട്ടില്ല. അനീഷ് സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മനസ്സിൽ അനീഷ് ലവ് ഫ്രം ദുബായ്. താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞ പോലെ കേരളത്തിലുള്ള ഭൂരിഭാഗം ആളുകളും സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഗൾഫ് കൺട്രീസിലുള്ള ആളുകളും മഹാഭൂരിപക്ഷം എന്നെ സപ്പോർട്ട് ചെയ്തു. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കുള്ള ഫാൻസൊക്കെ വളരെ ജെന്യുവിനായിട്ടുള്ള ഫാൻസാണ്, ജെന്യുവിനായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെന്ന് ഞാൻ കണ്ടറിഞ്ഞ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിലും ഒരുപാട് ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ ഒരുപാട് എന്താ പറയുക, സ്വപ്നം കണ്ടിരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. മൈജി ഫോൺ കിട്ടിയോ? ഇല്ല, അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. കാരണം കാലത്ത് എണീക്കുമ്പോഴേ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. പിന്നെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരും. ചിലപ്പോൾ ഞാൻ തൃശ്ശൂരാണ് എങ്കിൽ കൂടെ ചിലപ്പോൾ കോഴിക്കോടുനിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ മലപ്പുറത്തുനിന്നോ കണ്ണൂരിൽ കാസർഗോഡുനിന്നോ അങ്ങനെയൊന്നുമില്ലാതെ സകലമാന ജില്ലകളിൽ നിന്നുള്ള ആളുകളും എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർക്കൊക്കെ എന്നെ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവൈലബിൾ ആയിരിക്കണ്ടേ. അപ്പം നമ്മൾ പരമാവധി അവരെ കാണാൻ വരുന്നവരോട് നന്നായിട്ട് ബിഹേവ് ചെയ്ത് നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ എന്നെ കാണാൻ ആളുകൾ വരുന്നത് കൊണ്ട്. ദുബായ് ഫ്ലാറ്റ് കിട്ടി. ഷാനവാസ് എപ്പോഴാണ് വരിക? വരും, ഉറപ്പായിട്ടും വരും. ഷാനവാസൊക്കെ പെട്ടെന്ന് തന്നെ വരും. ഈ പറയുന്ന പോലെ ഷാനവാസിനും തിരക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു ഫാമിലി ടൈമും കൂടെ വേണ്ടേ. ഓൾറെഡി ബിഗ് ബോസിൽ ഒരു 100 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ കുറച്ചൊരു ഫാമിലി ടൈം എല്ലാവർക്കും കിട്ടണം. അപ്പം അതുകൊണ്ടാണ്. ഇടുക്കിയിൽ നിന്ന് സ്നേഹം. എൻ്റെ പേര് പറയാമോ? ആർച്ച. ഓക്കെ, പേര് പറഞ്ഞിരിക്കുന്നു ആർച്ച. ഷാനവാസിക്ക വരുമ്പോൾ ലൈവ് ഇടുമോ? പറ്റുന്ന വെച്ചാൽ ലൈവ് ഇടാം. ഓക്കെ, സമയം സന്ദർഭമൊക്കെ കിട്ടട്ടെ, അപ്പം അങ്ങനെ വരാം. അനീഷേട്ടൻ, പിന്നെ നിങ്ങളിങ്ങനെ അനീഷേട്ടൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അപ്പം എൻ്റെ ശ്രദ്ധ തെറ്റിപ്പോയി, അതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അനീഷേട്ടൻ എന്ന് വിളിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അതങ്ങനെയാണ്. ഒരു പേരിനൊരു മാന്ത്രികത കൈവന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനീഷേട്ട എന്ന് വിളിക്കുമ്പോഴാണ്. ഒരു സാധാരണ അനീഷായിരുന്ന എന്നെ നിങ്ങളെല്ലാവരും അനീഷേട്ടനായിട്ട് വിളിക്കുന്നു. അനീഷേട്ട എന്ന് വിളിക്കുമ്പോൾ ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. എനിക്ക് കമൻറ്റ് കാണുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ടോ? എനിക്കറിയാൻ ചോദിക്കുകയാണ്. എനിക്ക് ശരിക്ക് വീട് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്തെല്ലാം ക്വസ്റ്റ്യൻസാണ് വരുന്നത്, എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല. യെസ്, മിസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പം എൻ്റെ നാട്ടിലുള്ള ഭൂരിഭാഗം ആളുകളും പറയുന്നത്. ബിഗ് ബോസ് ഷോ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു മാജിക്കൽ ഷോ ആയിരുന്നു. അതാണ്.
കുറച്ചും കൂടെ ഇതിപ്പോൾ ഞാനൊരു ഒരു എന്താ പറയുക, കുറച്ചും കൂടെ നല്ല രീതിയിൽ ലൈവൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു എന്താ പറയുക, ഇനിയും ഞാൻ ലൈവ് വന്നിട്ടില്ലെങ്കിൽ അത് എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകളോട് ചെയ്യുന്ന ഒരു ഒരു എന്താ പറയുക, ദോഷമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത്. ബിഗ് ബോസ് വീട് മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. അത് ആ വീട് അങ്ങനെയാണ്. വൺസ് നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിടാതെ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതങ്ങനെയാണ്. അതിനെന്തൊരു മാജിക്കൽ പവറുണ്ട്. അനീഷേട്ടൻ അനീഷേട്ടാ, താങ്ക് യു സോ മച്ച്. ഐ എം ഫ്രം ബാംഗ്ലൂർ. ഓക്കെ, ബാംഗ്ലൂരിൽ നിന്നും ഈ പറയുന്ന പോലെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിന് സന്തോഷമുണ്ട്. എൻ്റെ പേരൊന്ന് പറയൂ. ഷൈനി ട്രിവാൻഡ്രം. ഓക്കെ, മിസ് യു അനീഷ്. താങ്ക് യു സോ മച്ച്. ലവ് ഫ്രം ബാംഗ്ലൂർ. ലവ് ഫ്രം മാംഗ്ലൂർ. മഴ ഉണ്ടോ? ഇല്ല, മഴയില്ല. കോടന്നൂരിൽ മഴ പെയ്യുന്നില്ല. ഐ എം ഫ്രം കുവൈറ്റ്. ഓക്കെ, വയനാട്. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് ഉടനെ തന്നെ ലൈവ് വരാം കേട്ടോ. എന്തായാലും അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് എൻ്റെ ഒരു പേജ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനും പിന്നെ എനിക്കിതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കൂടിയിട്ടാണ് ഇപ്പോൾ ലൈവ് വരുന്നത്. എൻ്റെ പേര് പറയാമോ? ജിഷ. ചേട്ടനാണ് യഥാർത്ഥ വിജയ്. താങ്ക് യു. ഹായ് അനീഷേട്ടാ. ക്ലിയർ ഇല്ല. കോൾ തൊപ്പി. ഓക്കെ, കണ്ണടച്ച്. അയ്യോ, ഏതാണ്? ഹായ് അനീഷ്. എന്തൊക്കെയാണ് എഴുതി വരുന്നത്? സുഖമല്ലേ? അതെ അതെ, ക്ലിയർ ഇല്ല അല്ലേ? അപ്പോൾ അതിപ്പോൾ ഫോൺ അങ്ങനെ ആയതുകൊണ്ടാണ്. നിങ്ങൾ ക്ഷമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് നാളെ ശരിയാക്കാം. നല്ലൊരു ഫോൺ മൈജി ഷോപ്പിൽ പോയിട്ട് മൈജിക്കാരുടെ നല്ലൊരു ഫോൺ നമുക്ക് കിട്ടും. അനീഷേട്ടാ, ഒരുപാട് 4000. നമ്മളുടെ ലൈവിൽ ഏകദേശം 5000-ഓളം പേര് ജോയിൻ ചെയ്യാൻ പോവാണ്. താങ്ക് യു. വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. മിസ് യു അനീഷേട്ടാ. താങ്ക് യു. 5000 കടന്നിരിക്കുന്നു. ഹായ് അനീഷ്. പ്രൊഫൈൽ എൻ്റെ പേര് പറയാമോ? മിഥുൻ. അനീഷേട്ടാ, എനിക്ക് ആദ്യം തന്നെ പറയേണ്ടത് കൊച്ചു കുട്ടികളടക്കം എന്നെ അനീഷേട്ട എന്ന് വിളിക്കുന്നു. അതുപോലെ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളും അനീഷേട്ട എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ അമ്മമാരും വയസ്സായിട്ടുള്ളവരും അനീഷേട്ട എന്ന് വിളിക്കുന്നു. എന്നേക്കാൾ 40-40 വയസ്സായിട്ടുള്ള ഒരാൾ ഇന്നലെ എന്നെ അനീഷേട്ട എന്ന് വിളിച്ചു. ഞാൻ അന്തം വിട്ടുപോയി. അതങ്ങനെയാണ്. നമ്മളെക്കാൾ മൂത്ത ആളുകൾ നമ്മളെ സ്നേഹത്തോടെ അനീഷേട്ട എന്ന് വിളിക്കുമ്പോൾ, മൂത്ത ആളുകൾ എന്നല്ല, വളരെ മൂത്ത ആളുകൾ അനീഷേട്ട എന്ന് വിളിക്കുമ്പോൾ ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷം. മഴയുണ്ടോ? എന്താ എല്ലാവരും അങ്ങനെ ചോദിക്കുന്നത്? നമ്മുടെ അവിടെ മഴയുണ്ടോ? ഇല്ല. 5060. ഞാൻ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ലൈവ് വരാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഈ ഒരു എന്താ പറയുക, കറക്റ്റ് എന്താണ് നടക്കുന്നത് എന്നറിയാൻ കൂടിയിട്ടാണ്. ബാക്കി നമുക്ക് നാളെ ലൈവ് വരാനായിട്ട് ശ്രമിക്കാം. എൻ്റെ ഫോൺ എല്ലാം ഹാങ് ആയ കാരണമാണ്. ഇനിയിപ്പോൾ പുതിയൊരു ഫോൺ വാങ്ങണം, പുതിയ എൻ്റെ നമ്പർ അതിലിടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സൗണ്ട് കേൾക്കണ്ട?
നാളെ വിളിക്കുമ്പോൾ ഏകദേശം കുറച്ചും കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ അപഗ്രഥിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കിട്ടുന്നുണ്ടോ നോക്കിയേ. ചേട്ടൻ ലവ് യു. പുതിയ ഗിഫ്റ്റ് അത് പോയി വാങ്ങണം, നാളെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നു. ആ ഫാനൊന്ന് ഓഫാക്കിയേ, ഫാനിൻ്റെ സൗണ്ട് ആയിരിക്കുന്നു. അതെന്താ പറയുന്നത്? അതല്ലടാ അവിടെ. സൗണ്ട് ക്ലാരിറ്റി ഉണ്ടോ? ആ ഞാൻ പറയുന്നത് എനിക്കിനെ കേൾക്കുന്നുണ്ട്. അതിപ്പോൾ വന്നിട്ടുള്ളൂ അല്ലേ? ഇതേതാ സൗണ്ട്? അതെന്തിൻ്റെ? ഓഫ് ചെയ്യത്, അത് ഓഫ് ചെയ്ത് വെക്കി. ആക്ച്വലി ഇത് എൻ്റെ വീടല്ല, എൻ്റെ ഫാദറിൻ്റെ ചേട്ടൻ്റെ വീടാണ്. അപ്പം എൻ്റെ വീട്ടിലിരുന്ന് ലൈവ് ഇടാൻ പറ്റാത്ത അവിടെ എത്ര വെച്ചാലും വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അടുത്ത് തന്നെയാണ് വീട്, ഫാദറിൻ്റെ ചേട്ടൻ്റെ വീട്. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ചേട്ടാ എന്താണ്? കൊള്ളാം ബ്രോ. ഹി എന്താണ്? അബീഷിനെ കാണിക്കുമോ? അബീഷിന് വരാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അവനങ്ങനെ അധികം ഇങ്ങനെ വരുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. ഇങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കണം വരണമെങ്കിൽ. അബീഷിനെ കാണിക്കുമോ? ഓ അബീഷിനെ ഞാൻ അബീഷ് എന്നല്ല വിളിക്കുന്നത്, ഞാൻ അബി എന്നാണ് വിളിക്കുന്നത്. അനീഷേട്ട ബിഗ് ബോസ് കഴിയണ്ടായിരുന്നു. ഓ തീർച്ചയായിട്ടും, അതാണ് ബിഗ് ബോസ് കഴിയണ്ടായിരുന്നു, അതായിരുന്നു എനിക്കിഷ്ടം. പ്ലേസ് പറ. തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ എന്ന കാർഷിക ഗ്രാമം. എന്താണ്? സുപ്രഭാതം. ആദില നൂറ മീറ്റ് ചെയ്തോ? ഇല്ല, മീറ്റ് ചെയ്തിട്ടില്ല. വേഗം തന്നെ അത് സംഭവിക്കട്ടെ. ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ടോ? എത്ര ശതമാനം മിസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. അത്രയ്ക്ക് കൂടുതൽ 100% ബിഗ് ബോസ് വീട് മിസ് ചെയ്യുന്നുണ്ട്. അതങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബോസ് വീട് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ വീടാണ്. ആ വീട്ടിനുള്ളിൽ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ബിഗ് ബോസ് വീടിൻ്റെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മോചനമില്ല. അങ്ങനത്തെ ഒരു മാന്ത്രികതയുള്ള വീടാണ് ബിഗ് ബോസ് വീട് എന്ന് പറയുന്നത്. മാന്ത്രികതയുള്ള വീട് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ സൗണ്ട് ഉണ്ടല്ലേ കറക്റ്റായിട്ട്? ഞാനീ നാളെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് വരാം കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് എനിക്ക് അനീഷേട്ടനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് കിട്ടേണ്ടത്? അനീഷേട്ടൻ പൊളി, താങ്ക് യു. സുപ്രഭാതം നിഹാൻ, ഒന്ന് പറയാമോ? ഓക്കെ, പറഞ്ഞിരിക്കുന്നു. സുപ്രഭാതം ബിഗ് ബോസ്. അതെ സുപ്രഭാതത്തിനായിട്ട് ഇനി കുറച്ചധികം സമയമുണ്ട് സുപ്രഭാതത്തിനായി. ചേട്ടാ ബീവി ഉമ്മയെ കാണാനുണ്ട് ഡെയിലി. ഓക്കെ ഐ എം സുപ്രഭാതം മനീഷ്. താങ്ക് യു യു ആർ എ ഗ്രേറ്റ് ഫാൻ. ഓക്കെ ഷാനവാസ് അനീഷ് കോംബോ സൂപ്പർ, താങ്ക് യു. നമ്മളൊരു കാര്യം എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് പുറത്തുള്ളവർക്കും ഇഷ്ടമാവും. കാരണം ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അത്രമേൽ ദൃഢമായിരുന്നു, വളരെയധികം ദൃഢമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. കാരണം ഇങ്ങനെ ഇണക്കങ്ങളിലൂടെയും പിണക്കങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് അതിന് സ്വീറ്റ്നെസ് കൂടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്തോരാ വരുന്നത്. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു. ഒരു കാലത്ത് ഒരു 100 വ്യൂവിലും കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുകയായിരുന്നു.
അനീഷേട്ടാ അനീഷേട്ടാ എല്ലാവരും അനീഷേട്ടാ അനീഷേട്ടാ എന്ന് വിളിക്കുമ്പോൾ സന്തോഷം മാത്രം. തമിഴ്നാട് നിന്ന് സ്നേഹം. താങ്ക് യു സോ മച്ച്. ഷാനവാസിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഷാനവാസിനെ മിസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് വീട് മിസ് ചെയ്യുന്നുണ്ട്. അയച്ചിട്ട് 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 താങ്ക് യു സോ മച്ച് അനീഷേട്ടാ അനീഷേട്ടാ അനീഷേട്ടാ. ഞാൻ അരമണിക്കൂർ ലൈവിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതൊരു ടെസ്റ്റ് ഡോസ് അടിക്കുകയാണ്. കാരണം നമ്മുടെ ചാനൽ ഇപ്പോൾ 100 ദിവസത്തിൽ മേലെ, എനിക്ക് തോന്നുന്നു 110 120 ദിവസമായിരിക്കും. 120 ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലൊരു ഇതിട്ടത്, എന്താ ഒരു വീഡിയോ ഇട്ടത്. അതിനുശേഷം പിന്നെ എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം പേജോ അല്ലെങ്കിൽ യൂട്യൂബ് പേജോ ആർക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ വെച്ച് പോവായിരുന്നു. അപ്പം അതാണ് കാര്യം. എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവിൽ? തുഷാരയ്ക്ക് താങ്ക്സ്. എൻ്റെ പേര് പറയാമോ? ടുമാറോ ലൈവ് വരണം എന്ന് ആഗ്രഹിക്കുന്നു. കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അത് ഉദ്ദേശിക്കുന്നു. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യും. കറക്റ്റ് 30 മിനിറ്റ് മാത്രമാണ് ലൈവ് ഇടുള്ളൂ. എത്ര ആളുണ്ട്? ഹായ് അനീഷേട്ട. ഈ ഒരു പേര് ക്ലിക്കായി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അനീഷേട്ട ഒരു ഹായ് പറയാമോ? സന്തോഷ് ഹായ്. അഭിഷേട്ട ഇപ്പോൾ എന്താ പരിപാടി ചെയ്യുന്നത്? അഭിഷേട്ട ഇപ്പോൾ എന്താണ് പരിപാടി ചെയ്യുന്നത്? ഓക്കെ. കുറേ ആളുകൾക്ക് അഭീഷ് ചേട്ടൻ വരണമെന്നാണ്. അഭീഷ് ചേട്ടൻ പക്ഷെ വരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കടുംപിടുത്തം പിടിക്കുന്ന ഒരാളാണ് അഭീഷ് ചേട്ടൻ. ഞങ്ങൾ എല്ലാ ദിവസവും വോട്ട് ചെയ്തു. താങ്ക് യു. ഹായ് അനീഷ് ചേട്ടൻ. കമൻറ്റ് നോക്കാൻ പറ്റുന്നുണ്ടാ? വായിക്കാൻ പറ്റുന്നുണ്ടാ? എനിക്ക് പറ്റുന്നില്ലല്ലോ. എങ്ങടാണ് എന്താ കമൻറ്റ് സ്ക്രോൾ ചെയ്യാനിരിക്കുകയാണെങ്കിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. എന്താണ്? ഋതു SR, ഞാൻ അനീഷേട്ടനാണ് വോട്ട് ചെയ്തത്. താങ്ക് യു സോ മച്ച്. കോടന്നൂർ വരട്ടെ അനീഷേട്ടാ? തീർച്ചയായിട്ടും വെൽക്കം. കോടന്നൂർ വന്നിട്ട് പാടത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഏതൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടോ അതിലൊക്കെ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് കോടന്നൂരിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയുക. അതൊക്കെ ചെയ്യണം. ഓക്കെ. മെസ്സേജ് എത്ര പെട്ടെന്നാണ് പോകുന്നത്? അതെ, തീർച്ചയായിട്ടും. എൻ്റെ നെയിം പറയുമോ? ദിയ ദീപുരാജ്. അനീഷേട്ടാ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ ചെയ്യാനുള്ള വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ഓക്കെ. അനീഷേട്ടൻ ഗ്ലാമറനാണ്. കൊള്ളാമല്ലോ. അനീഷേട്ടൻ സൂപ്പറാ. താങ്ക് യു സോ മച്ച്. മിസ് യു. താങ്ക് യു സോ മച്ച്. മൂവിയിൽ ആക്ട് ചെയ്യൂ. അയ്യോ, മൂവിയിൽ ആക്ട് ചെയ്യാൻ വരട്ടെ, അവസരങ്ങൾ വരട്ടെ. ഹായ് ഹലോ. അവിടെ നിൽക്ക്, വായിക്കട്ടെ.
ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച കോമണർ ജനങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇയാൾ തന്നെയാണ് വിന്നർ. താങ്ക് യു. വീട്ടിൽ വന്നോട്ടെ, തീർച്ചയായിട്ടും. അനീഷേട്ട എൻ്റെ പേര് പറയുമോ? ഷൈസാസ് വേൾഡ്. ഹായ് കണ്ണാന്തുമ്പി. നജ്മ നജു, താങ്ക് യു. അനീഷ് ചേട്ട ഞാനും തൃശ്ശൂരാണ്, വാടാനപ്പള്ളി. പത്തു. വാടാനപ്പള്ളിയിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്. എയർപോർട്ടിൽ വെച്ച് എന്താ മിണ്ടാത്തെ? ഒന്നുമില്ല. എൻ്റെ പേര് പറയുമോ? ഫാത്തിമ ഷാജിത്ത്. അനീഷ് മാസ്. അനീഷേട്ടൻ്റെ ബിഗ് ബോസ് ഡാർലിംഗ് മിസ് ചെയ്യുന്നുണ്ടോ? അനീഷേട്ടൻ ബിഗ് ബോസ് ലാൻഡിങ്ങോ? അനീഷേട്ടൻ ബിഗ് ബോസ് ലാൻഡിങ്. മൊത്തത്തിൽ ബിഗ് ബോസിനെ മിസ് ചെയ്യുന്നു. അനീഷേട്ടൻ എൻ്റെ പേര് പൊന്നു. ഓക്കെ. മീറ്റ് തുപ്പി. അപ്പോൾ അങ്ങനെ കേട്ടാ, ഞാൻ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുകയാണ്. ഇനി അവസാനിപ്പിക്കാൻ കുറച്ച് പാടാണ്. നോക്കട്ടെ എങ്ങനെ അവസാനിപ്പിക്കാന്ന്. ഞാൻ വരാൻ നാളെ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നാളെ ഒന്നും കൂടെ നല്ല ക്ലാരിറ്റിയോടുകൂടെ ലൈവ് വരാം എന്ന് പറയുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. നാളെ എന്തായാലും വരാം കേട്ടോ. ടൈം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.